ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ബേലയോടുള്ള നമ്മുടെ സുരേന്ദ്ര സാറിൻ്റെ പെരുമാറ്റം അല്ലേ. നല്ല പെരുമാറ്റമാണോ? ഒരിക്കലും അല്ല, അത് ബുരാ വ്യവഹാരം അല്ലേ. അപ്പോൾ അതുകൊണ്ടുള്ള സംഭവമാണ് അവൾക്ക് ശക്തമായിട്ട് ഉസ്ക മനമേ ഷർമിത മഹ്സൂസ് റഹീതി എന്നൊക്കെയാണ്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ജബ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി, അവള് അവൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവൻ്റെ നേർക്ക് നോക്കിയില്ല. ഓക്കെ, ഇനി ബാക്കി നോക്കും. അടുത്ത പാരഗ്രാഫ് നോക്ക്, 10ാമത്തെ പേജിൽ തന്നെ ഫസ്റ്റ് കോളത്തിൽ ലാസ്റ്റ് പാരഗ്രാഫ് അറിയാലോ ബാക്കിയുള്ളത്. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. कोई उसे हुई 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 सफ़ेद पट्टी कह रहा था तो कोई सुल्ताना टापू तो कोई कुछ और कहकर चिढ़ा रहा था. दीपावली की छुट्टियों के बाद, ദീപാവലിയുടെ അവധിക്ക് ശേഷം, ദീപാവലിയുടെ അവധിക്ക് ശേഷം ജബ് സ്കൂൾ ഖുലാത്തോ, സ്കൂൾ തുറന്നപ്പോൾ, ദീപാവലിയുടെ അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ ബേലാക്കെ സിർ പർ സഫേദ് പട്ടി ബന്ധീതി എന്നാണ്. ബേലയുടെ തലയിൽ സഫേദ് പട്ടി എന്ന് പറഞ്ഞാൽ, സഫേദ് പട്ടി എന്ന് പറഞ്ഞാലേ സഫേദ് വെള്ള ഡോഗൊന്നുമല്ല, വെള്ള ബാൻഡേജ്, വെള്ള ബാൻഡേജ് ബന്ധീതി കിട്ടിയിരുന്നു. ദീപാവലിയുടെ അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ ബേലയുടെ തലയിൽ വെള്ള ബാൻഡേജ് കിട്ടിയിരുന്നു. കോയി ഉസെ, ആരൊക്കെയോ അവളെ, ഹോയ് 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 സഫേദ് പട്ടി കഹ് രഹാത്താത്തോ, കോയി ആരൊക്കെയോ അവളെ, കൂയ് കൂയ് കൂയ്, അതൊരു കളിയാക്കലാണ്. നമ്മളിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ചങ്കാണെങ്കിലും കാലൊക്കെ ഒടിഞ്ഞ് അല്ലെങ്കിൽ കയ്യൊക്കെ ഒടിഞ്ഞ് മാലക്കിട്ട് വന്ന അവനെ കളിയാക്കൂല, നമ്മൾ കളിയാക്കാറുണ്ടല്ലോ അല്ലേ, ഉണ്ടോ? ആ സംഭവം പോലെ. അതായത് ദീപാവലിയുടെ അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ ബേലയുടെ തലയിൽ വെള്ള ബാൻഡേജ് കിട്ടിയിരുന്നു. ആരൊക്കെയോ അവളെ കുയ് 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 സഫേദ് പട്ടി എന്ന് പറഞ്ഞപ്പോൾ കോയി മറ്റാരൊക്കെയോ അവളെ സുൽത്താന ടാപ്പു, കൊള്ളക്കാരുടെ റാണി, അങ്ങനെ വെള്ളക്കെട്ടൊക്കെ ഇട്ട് കാണുമ്പോഴേ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഫൂലൻ ദേവിയൊക്കെ പോലെ, അതായത് ഒരു കൊള്ളക്കാട് റാണി പോലെ, സുൽത്താന ടാപ്പു കൊള്ളക്കാട് റാണി എന്നും, കോയി കുച്ച് അവർ കേക്ക്, വേറെ ചിലർ വേറെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ചിടാരഹാദ, ദേഷ്യം പിടിപ്പിക്കുക. ദീപാവലിയുടെ അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ ബേലയുടെ തലയിൽ ഒരു വെള്ള ബാൻഡേജ് കിട്ടിയിരുന്നു. ആരൊക്കെയോ അവളെ കൂയ് 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 വെള്ള ബാൻഡേജ് എന്ന് പറഞ്ഞപ്പോൾ വേറെ ചിലര് കൊള്ളക്കാരുടെ റാണി എന്നും വേറെ ചിലർ വേറെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവളെ ദേഷ്യം പിടിപ്പിച്ചു. ये क्या हो गया बेला, साहिल ने परेशान होती हुई पूछा. ഇതെന്തു പറ്റി ബേല, വാട്ട് ഹാപ്പൻ? ये क्या हो गया बेला, ഇതെന്തു പറ്റി ബേല? സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച, സാഹിലാകെ പരവശനായിക്കൊണ്ട് ചോദിച്ചു. പരവശനായിക്കൊണ്ട് സാഹിൽ ചോദിച്ചു, ഇതെന്തു പറ്റി ബേല? ചത്ത് സേ ഗിർ ഗയി, ബേലാനെ ഹസ്തെ ഹുയെ കഹ അവർ കഹ, കിണറ്റിൽ നിന്ന് വീണു, സോറി കിണറല്ല, ചത്ത് നിന്നാൽ റൂഫ്, ബാൽക്കണി ഉദ്ദേശിക്കുന്ന ഇവിടെ ബാൽക്കണിയാണ്. വാക്കർത്ഥം ചത്തിന് ശരിക്കും വാക്കർത്ഥം ടെറസ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ടെറസിൽ നിന്ന് അർത്ഥം വെച്ചാൽ മതി. ചത്ത് സേ ഗിർഗൈ, ടെറസിൽ നിന്ന് വീണു, ഗിർഗൈ വീണുപോയി. ബേലാനെ ഹസ്തേ ഹുയെ കഹ അവർ കഹ, ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബേല ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞു, നമുക്ക് സങ്കടമൊന്നുമില്ല ഉണ്ടെങ്കിലും പുറമെ കാണിച്ചിട്ടില്ല, സങ്കടം ഉള്ളിലൊതുക്കി പറഞ്ഞു. എന്ന് പറഞ്ഞു? ബഹുത്ത് ദിൻ ഹോഗൈ, വളരെയേറെ ദിനങ്ങളായി. പെട്ടെന്ന് വിഷയം മാറ്റി അവൾ പറയുന്നു, നോക്കൂ. ആജ് ഖേൽക്കണ്ടിയുമേ ഗാന്ധി ചൗക്കുമേ ലങ്കടി ടാങ്ക് ഖേലെങ്കിൽ, ഇന്ന് PT പീരീഡിൽ, ഖേൽക്കണ്ടി മീൻസ് PT അറിയാലോ, ഇന്ന് PT പീരീഡിൽ ഖേൽക്കണ്ടിയുമേ ഗാന്ധി ചൗക്കുമേ, ഗാന്ധി ചൗക്ക് എന്ന് പറഞ്ഞാൽ ഗാന്ധി കവല, ചൗക്ക് എന്ന് പറഞ്ഞാൽ കവല ജംഗ്ഷനൊക്കെയാണ്. അതായത് അവരുടെ സ്കൂളിൻ്റെ മൈതാനത്തിൻ്റെ സൈഡിൽ പക്ഷേ ഗാന്ധിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരിക്കാം, പ്രതിമ ഉണ്ടായിരിക്കാം. അപ്പം അവിടെ വെച്ച് അതിൻ്റെ മുന്നിൽ വെച്ച് നടക്കുന്ന കളികൾ. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ആ ഒരു പ്ലേസിന് പറയുന്ന പേരാണ് ഗാന്ധി ചൗക്ക് എന്നുള്ളത്. ഇന്ന് PT പീരീഡിൽ ഗാന്ധി കവലയിൽ ലങ്കടി ടാങ്ക് ഖേലെങ്കിൽ, ഞൊണ്ടിക്കളി കളിക്കാം, ലങ്കടി ടാങ്ക് ഖേലെ, ഞൊണ്ടിക്കളി കളിക്കാം. ഞൊണ്ടിക്കളി എന്നൊക്കെ പറഞ്ഞാലേ
നമ്മുടെ വേണമെങ്കിൽ നമ്മുടെ കക്കുകളി എന്നൊക്കെ പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. നെഹിം കേലെങ്കിൽ തേരെ സിർമേം ഫിർസെ ലഗ് ജായേഗി തോ, കളിക്കൂല, കളിക്കാൻ പറ്റൂല, കാരണം ഓൾറെഡി തലയിൽ ഇങ്ങനെ വെള്ള ബാൻഡേജ് കെട്ടിയേക്കാണ്. നീയും കളിക്കില്ലെങ്കിൽ കളിക്കില്ല. തേരെ സിർമേ നിന്റെ തലയിൽ ഫിർസെ വീണ്ടും ലഗ് ജായേഗി തോ, നിന്റെ തലയിൽ വീണ്ടും എങ്ങാനും കൊണ്ടാലോ, അതായത് തല ഇളകിയാലോ അർത്ഥം. നെഹി ലഗോഗി ബേലാനെ ജിദ്ദി और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेलकंडी लंगड़ी टांग खेले. इन बच्चों को अपनी चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. നെഹി ലഗോഗി കൊള്ളൂല എന്ന് പറഞ്ഞു. അങ്ങനെ തല ഇളകൊന്നുമില്ല. എനിക്ക് മുച്ചേ ഖേൽനാച്ച, എനിക്ക് കളിക്കണം, ഭയങ്കര വാശിക്കാത്ത അവൾ പറയണ് നെഹി ലഗോഗി കൊള്ളൂല. ബേലാനെ ദിദ്ക്കിയതാണ്. ബേല ഷാഠ്യം പിടിച്ചു, ദിദ് ഷാഠ്യം, വാശി പിടിച്ചു. അവർ വേ ഹമേശാക്കി തരം, അങ്ങനെ ഷാഠ്യം വാശി പിടിച്ചിട്ട് അവർ ഹമേശാക്കി തരം, എപ്പോഴത്തെയും പോലെ, എപ്പോഴും, ഹമേശ മീൻസ് ഓൾവേസ്, സദാ എന്നൊക്കെ പറയും, എപ്പോഴും, എപ്പോഴത്തെയും പോലെ, സാരേ ബച്ചോം കെ സാത്ത്, മുഴുവൻ കുട്ടികളോടൊപ്പം, ഗാന്ധി ചൗക്ക് കി ബാലൂമേ, ഗാന്ധി കവലയിലെ മണലിൽ, പൂരി ഖേൽക്കണ്ടി, മുഴുവൻ PT പീരീഡും, ലങ്കടി ടാങ്ക് ഖേലെ, ഞൊണ്ടിക്കളി അഥവാ കക്കുകളി, അവർ ഞൊണ്ടിക്കളി കളിച്ചു. ഒറ്റക്കളി കളിക്കുന്ന കളിയാണെങ്കിൽ ഞൊണ്ടിക്കളി എന്നൊക്കെയാണ് ശരിക്കും, കക്കുകളി ആയിരിക്കാം സംഭവം, അത് കളിച്ചു. ഇൻ ബച്ചോംകോ അപ്പനെ ചാരോം ഓർ ഖേൽത്തേ ദേഖുക. വലിയ സെൻസ് നോക്കൂ, അത് നോക്കളെ ശ്രദ്ധിക്കും. ഇൻ ബച്ചോംകോ, ഈ കുട്ടികളെ, അപ്പനെ ചാരോം ഓർ ഖേൽത്തേ ദേഖുക, തൻ്റെ 4 ഭാഗത്തും കളിക്കുന്നത് കണ്ടിട്ട്, ഗാന്ധിജി കി മൂർത്തി ഐസി ദിഖായി പടുത്തി, ഗാന്ധിജിയുടെ പ്രതിമ ഇപ്രകാരം കാണപ്പെടും. എപ്രകാരം? ജൈസെ ഔർ സമയസെ കുച്ച് അധികം മുസ്കുരായിരിക്കും. ഗാന്ധിജിയുടെ പ്രതിമ മുമ്പത്തേക്കാൾ അധികം പുഞ്ചിരി തൂകുന്നതായി കാണപ്പെട്ടു എന്നാണ്. വാസ്തവത്തിൽ ഗാന്ധിയുടെ പ്രതിമയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ നിഷ്കളങ്കരായ കുട്ടികൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണല്ലോ, അവരിന്ന് ഓടിക്കളിക്കുന്ന കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമയുടെ മുഖത്തുള്ള പുഞ്ചിരി മുമ്പത്തേക്കാൾ അധികം വർദ്ധിച്ചതായിട്ട് തോന്നി എന്നാണ്. ഒരു വലിയ സെൻറ്റൻസ് ആണ് കേട്ടോ. അടുത്ത പാരഗ്രാഫ് നോക്കൂ ഇനി. ഓക്കെ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം ഫീഡ്ബാക്കിൽ കേട്ടോ, ധൈര്യമായിട്ട് ചോദിക്കണം. रविवार का दिन था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर चूम रहा था. वह एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. रविवार का दिन था. रविवार എന്ന് പറഞ്ഞാൽ സൺഡേ, ഞായറാഴ്ച. ഇഥവാർ എന്നൊക്കെ പറയും. ഞായറാഴ്ച ദിവസമായിരുന്നു. രവിവാർ കാ ദിൻ താ, ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ അപ്നെ ഘർ മേ, സാഹിൽ തൻ്റെ വീട്ടിൽ, നീം കെ പേട് കി ഡാലി പക്കടുക്ക. നീം എന്ന് പറഞ്ഞാൽ വേപ്പ്, ആര്യവേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ പേട് എന്ന് പറഞ്ഞാൽ മരം. ആര്യവേപ്പ് മരത്തിൻ്റെ ഡാലി ബ്രാഞ്ച്, ചില്ല, പക്കടുക്കർ പിടിച്ചിട്ട്, ചൂമരഹാഥ ആടുകയായിരുന്നു. സാഹിൽ തൻ്റെ വീട്ടിലെ വേപ്പ് മരത്തിൻ്റെ കൊമ്പിൽ പിടിച്ച്, ചില്ലയിൽ പിടിച്ച്, ബ്രാഞ്ചിൽ പിടിച്ച്, ക്യാ കർ രഹാ താ, ചൂം രഹാ താ, ആടുകയായിരുന്നു. വഹ് ഏക് സ്റ്റൂൾ പർ ചടുക്കർ ചൂത്ത, അവനൊരു സ്റ്റൂളിന്മേൽ കയറിയിട്ടാണ് ആടിയത്. ചൂൽത്ത, ഇവിടെ ചൂൽത്തയാണ് ആടിയിരുന്നത്. അവനൊരു സ്റ്റൂളിന്മേൽ കയറിയിട്ടാണ് ആടിയിരുന്നത്. ഭയങ്കര വില്ലനാണ് അവൻ അല്ലേ? ഒരു സൺഡേ ദിവസം കിട്ടിയപ്പോഴേ ജസ്റ്റ് നമ്മുടെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് കൊമ്പൊക്കെ പിടിച്ച് താഴെ സ്റ്റൂളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ആടുകയാണ്. നോക്കൂ. അചാനക് ടൂട്ടേ സ്റ്റൂൾ കേക്ക് കീൽ സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗയി. പെട്ടെന്ന് ടൂട്ടേ സ്റ്റൂൾ കി, പൊട്ടിയ സ്റ്റൂൾ, പെട്ടെന്ന് സംഭവം സ്റ്റൂൾ പൊട്ടി. പെട്ടെന്ന് പൊട്ടിയ സ്റ്റൂളിലെ ഏക്ക് കീൽ, ഒരാണി, സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗയി. സാഹിലിന്റെ കണങ്കാലിൽ, പിണ്ടലി എന്ന് പറഞ്ഞാൽ കണങ്കാൽ, ഇവിടെ കാണും, നമുക്ക് ആ വേർഡ് മീനിങ് കൊടുത്താൽ കാണാം. മുട്ടിന് താഴെയുള്ള മാംസളമായ ഭാഗം എന്നൊക്കെ പറയാം.
അതിന്റെ കണങ്കാൽ എന്നാണ് ശരിക്കും ഒറ്റ വാക്ക് മലയാളം പറയുമ്പോൾ, അതാണ് പിണ്ടലി. സാഹിലിന്റെ കണങ്കാൽ, അതായത് താഴെ വീണില്ലേ, കണങ്കാല് ലഘു കൈ തറച്ചു കയറി. ഏക്ക് ഇഞ്ച് ഗഹര ഗട്ട ഹോകയെന്നാണ്, 1 ഇഞ്ച് നീളത്തിലുള്ള മുറിവുണ്ടായി. ഗഹര ഗട്ട, ശരിക്ക് ഗഹര എന്ന് പറഞ്ഞ ആഴമേറിയ, ഗട്ട എന്ന് പറഞ്ഞ വിടവാണ്, പക്ഷെ ഇവിടെ നമുക്കറിയാം മുറിവാണ്. 1 ഇഞ്ച് ആഴമേറിയ മുറിവ് ഉണ്ടായി. ഇതിൽ ഉത്തരം കാണിച്ചിട്ടേ അവൻ മുറിവുണ്ടാക്കി വന്നു അല്ലേ. ഇവിടെ കഹാംസെ പിണ്ടലീമേം ആരുടെയാണ്? കോൻസാ പിണ്ടലീമേം ആരുടെ കണങ്കാലാണ്? സാഹിലിന്റെ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ ഓക്കെ, നോക്കൂ അടുത്ത പാരഗ്രാഫ്. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. सफेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते. उसे सरकारी अस्पताल में അവനെ, നേരത്തെ സാഹിൽ വില്ലത്തരം കാണിച്ച് വീടില്ലേ, അവനെ സർക്കാരി അസ്പതാലിൽ, സർക്കാർ ആശുപത്രിയിൽ പട്ടി ബന്ധുവാനെ के लिए ले जाया गया. ബാൻഡേജ് കെട്ടിക്കാൻ വേണ്ടി, പട്ടി ബാൻഡേജ് ആണ് നേരത്തെ പറഞ്ഞു, ബന്ധുവാന കെട്ടിക്കുക, സ്റ്റിച്ച് കെട്ടി ബാൻഡേജ് കെട്ടിക്കാൻ വേണ്ടി ലേ ജായാ ഗയ കൊണ്ടുപോയി. അവനെ സർക്കാർ ആശുപത്രിയിൽ ബാൻഡേജ് കെട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി 2 ലോഗോं को छोड़कर आगे बेला गड़ी. അവൻ കണ്ടു, എന്ത് കണ്ടു? 2 ലോഗോं को छोड़कर आगे, 2 ആളുകൾക്ക് അപ്പുറത്തായിട്ട് ബേല ഘടീഹ, ബേല നിൽക്കുന്നത് കണ്ടു എന്നാണ്. അതായത് ഇവന് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറിനെ കാണാനുള്ള ക്യൂവിൽ നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന ക്യൂവിൽ 2 ആൾക്ക് മുന്നിൽ ആര് നിൽക്കുന്നുണ്ട്? ബേലയിൽ നിൽക്കുന്നുണ്ട്. അതാ പറഞ്ഞിരിക്കുന്നത്. സിർമേ പട്ടി ബന്ധുവാനെ ആയി, അവള് ഒക്കെ ഓൾറെഡി അവളുടെ തലയിൽ സഫേദ് പട്ടി ഹോത്തായുണ്ടല്ലോ, അവള് ഒരുപക്ഷെ ബാൻഡേജ് മാറ്റിക്കെട്ടാൻ വന്നായിരിക്കാം. സിർമേ പട്ടി ബന്ധുവാനെ ആയി, തലയിൽ കെട്ടാൻ വേണ്ടി, സിർമേ പട്ടി ബന്ധുവാനായി തലയിൽ ബാൻഡേജ് കെട്ടിക്കാൻ വേണ്ടി വന്നതാണ്. സ്കൂൾ ആത്തേ ജാത്തേ ഹുയെ, സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും, സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും, കക്ഷാമേ ക്ലാസ്സിലും, കൈ ദിനോ തക് അനേക ദിവസങ്ങളോളം, സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ക്ലാസ്സിലും, കൈ ദിനോ തക് അനേക നാളുകളോളം, 2 ഐസേ ബച്ചേ ദിഖായി ദേത്തേ രഹേ, 2 ഇപ്രകാരമുള്ള 2 കുട്ടികളെ കാണപ്പെട്ടു. എപ്രകാരം? ജിൻമേം സേ ഏക് കെ സിർ പർ പട്ടി ബന്ധി ഹോത്തി ഓർ ഏക് കി പിണ്ടലി, അതിൽ ഒരാളുടെ തലയിലാണ് ബാൻഡേജ് എങ്കിൽ ഏക് കി പിണ്ടലീമേ, മറ്റേയാളുടെ കണങ്കാലിലാണ് ബാൻഡേജ്. നോക്കുന്നൂടെ സെന്റൻസ്. സ്കൂൾ ആത്തേ ജാത്തേ ഹുയെ ഔർ കക്ഷാമേ, സ്കൂളിലേക്ക് വരുമ്പോഴും, പറയൂ, സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ക്ലാസ്സിലും അനേക നാളുകളോളം 2 ഐസേ ബച്ചേ ദിഖായി ദേത്തേ രഹേ, 2 ഇപ്രകാരമുള്ള കുട്ടികളെ കാണപ്പെട്ടു. അവരിൽ ഒരാളുടെ തലയിലാണ് ബാൻഡേജ് എങ്കിൽ മറ്റേയാളുടെ കാലിന് താഴെയുള്ള അവിടെയാണ് ബാൻഡേജ്. അപ്പോൾ സിർമേം സഫേദ് പട്ടി ബന്ദി ഓത്തി കോൻ ഹെ, ആരാണ്? തലയിൽ വെള്ള ബാൻഡേജ് കിട്ടിയത് ആരാണ്? ബേല അല്ലേ, ആണോ? അതെ, ബേല. അതുപോലെ തന്നെ പിണ്ടലിനെ പട്ടി ബന്ദി ഓത്തി ആരാണ്? സാഹിബ്. ഓക്കെ, നോക്കൂ. സഫേദ് പട്ടി വാലെ യേ ദോനോ കഹീം പർ ഭി സാത്ത് ഹി ദിഖായി ദേത്തെ. സഫേദ് പട്ടി വാല്, വെള്ള ബാൻഡേജ് കിട്ടിയ, ഏ ദോനോ ഇവർ 2 പേരും, വെള്ള ബാൻഡേജ് കിട്ടിയ ഇവർ 2 പേരും, കഹീം പർബി എവിടെയും, സാത്ത് ഹി ദിഖായി ദേത്തെ എവിടെയും ഒരുമിച്ച് തന്നെയാണ് കാണപ്പെടുക. അവരുടെ ദോസ്തിമേം ഏക് ഹെ, കിതാബ് ബി ഏക് ഹി പഠിത്തെ, പാഠ് ബി ഏക് ഹി പഠിത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് മുറിവുണ്ടായപ്പോൾ മറ്റേ ആൾക്ക് മുറിവുണ്ടായി. എന്തൊരു ഐക്യാണല്ലേ.
ഓക്കെ ദോസ്തി ഏക്ക് സഹി ബാത്ത് അപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ സത്യമായ കാര്യമാണല്ലോ, അതാണ് ഒരാൾക്ക് പറ്റിയ വേറെ ആൾക്കും പറ്റും. ഓക്കെ, ശ്രദ്ധിച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ ശരിക്കും ശ്രദ്ധിച്ച് ഒന്നുകൂടെ ശരിക്കും വായിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിലെ കാണാം.